ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വെളിപ്പാട് പുസ്തകം പഠിച്ചു തീർന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം ഒന്ന് പുനരവലോകനം ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ട് ഈ ക്ലാസ്സിലും ഒരുപക്ഷെ ഇനിയത്തെ ഒരു ക്ലാസ്സിലും കൂടെ വെളിപ്പാട് പുസ്തകം ഒരു പുനരവലോകനം നടത്തുവാനായിട്ട് നാം പോകുന്നു. ഇത് ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. എങ്കിലും അന്ന് ഗ്രഹിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പുസ്തകം പഠിച്ച് കഴിഞ്ഞതായതുകൊണ്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്തൊക്കെയാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത്, എന്താണ് നാം അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മുടെ മനസ്സുകളെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനും ഉണർത്തുന്നതിനും ഈ പഠനം സഹായകമാകും എന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ടത്, വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് എന്താണ് ആക്ച്വലി വെളിപ്പാട് പുസ്തകത്തിലുള്ളത് ഒന്നൊന്ന് ഗ്രഹിക്കാനായിട്ട് ആ 1-ാമത്തെ സെൻറ്റൻസ് നമുക്ക് വളരെ പ്രയോജനകരമായ ഒരു സെൻറ്റൻസാണ്. അത് വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുന്നത് അന്ത്യകാല സംഭവങ്ങളാണെന്നും മറ്റ് പല വിഷയങ്ങളാണെന്നും ഒക്കെ ആളുകൾ ധരിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞ പുസ്തകം തുടങ്ങുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും പിന്നിലുള്ള രഹസ്യം കർത്താവായ യേശുക്രിസ്തു ആണ് എന്നാണ് ആദ്യം നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഇത് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പുനരവലോകനമാണ്. അതുകൊണ്ട് ഒരു 3-4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. വെളിപ്പാട് പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ യേശുവിനെ പുരോഹിതനും രാജാവുമായി വെളിപ്പെടുത്തിയിട്ട് സഭകൾക്ക് യേശു ശുശ്രൂഷിക്കുന്നതാണ് നാം കാണുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ 1-3 chapters reveal Christ as the exalted priest king ministering to the churches. അതുകൊണ്ടാണ് ആദ്യത്തെ 3 അധ്യായങ്ങളിൽ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ നാം കാണുന്നത്. അതേസമയം തന്നെ അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമാണ്. 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും. അപ്പം ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ് യേശുക്രിസ്തു. 13-ാം വാക്യം വായിക്കുമ്പോൾ, തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അപ്പം പുരോഹിതനും രാജാവും. യേശുക്രിസ്തു പുരോഹിതനാണ്, രാജാവാണ്. എന്നാൽ ഒരു എക്സോൾട്ടഡ് പൊസിഷൻ, ഉയർന്നിരിക്കുന്ന ഒരു നിലയിലാണ് യേശു വെളിപ്പെടുന്നത്. പലസ്തീനിൽ മനുഷ്യാവതാരം ചെയ്ത യേശുവിനെ അല്ല ഇവിടെ കാണുന്നത്, പുതിയൊരു അളവിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. രണ്ടാമതായിട്ട് 4-5 അധ്യായങ്ങൾ നോക്കുക. 4-5 അധ്യായങ്ങൾ എന്താ റിവീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, റിവീൽ ക്രൈസ്റ്റ് ആസ് ദി ഗ്ലോറിഫൈഡ് ലാംബ് ഓഫ് ഗോഡ് റെയിനിങ് ഓൺ ദ ത്രോൺ. സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന തേജസ്കരിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയാണ് 4-5 അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ സിംഹാസനത്തിൻ്റെ 4 ജീവികളുടെ നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. 7-ാം അധ്യായത്തിലേക്ക് പോയാൽ 7-17 സിംഹാസനത്തിൻ്റെ മധ്യേയുള്ള കുഞ്ഞാട് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുക. സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട്. അപ്പോൾ ഒരു സിംഹാസനം, അതിൻ്റെ മധ്യേ ഒരു കുഞ്ഞാട് ഇരിക്കുന്നതായിട്ട് കാണുന്നു. 5-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായൊരു കുഞ്ഞാടിനെ നമുക്ക് കാണാം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാട് എക്സോൾട്ടഡ് ആണ്, ഗ്ലോറിഫൈഡ് ആണ്, അല്ലേ? സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന തേജസ്കരിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് 4-5 അധ്യായങ്ങളിൽ വെളിപ്പെടുന്നത് എന്ന് ഓർക്കുക. സംഭവങ്ങളല്ല ഇവിടെയൊന്നും, കർത്താവായ യേശുക്രിസ്തു ആണ് വെളിപ്പെടുന്നത്. മൂന്നാമതായിട്ട് 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ വായിക്കുമ്പോൾ ഭൂമിയുടെ മുഴുവൻ ന്യായാധിപതിയായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് നാം കാണുന്നത്. സോ ചാപ്റ്റേഴ്സ് 6-18 റിവീൽ ക്രൈസ്റ്റ് ആസ് ദ ജഡ്ജ് ഓഫ് ഓൾ ദി എർത്ത്. സകല ഭൂരാജ്യങ്ങളെയും
ഭൂമിയുടെ എല്ലാ പ്രവൃത്തികളെയും ന്യായം വിധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിലൊക്കെ കുഞ്ഞാടിൻ്റെ കോപം, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? 6-ാം അധ്യായത്തിൻ്റെ 16, 17 വാക്യങ്ങളാണ്. ഒന്ന് വായിക്കാം. ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. 11-ാം അധ്യായത്തിൻ്റെ 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോഴും സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ജാതികൾ കോപിച്ചു, എക്സെട്ര. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. അപ്പോൾ ഈ വാക്യങ്ങളിലൊക്കെ ന്യായവിധി എന്നുള്ള പദം വരുന്നുണ്ട്. 19-ന്റെ 2 കൂടെ വായിക്കുകയാണെങ്കിൽ അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് നാം കാണുന്നു. അപ്പം ന്യായം വിധിക്കുന്ന ഒരു കർത്താവിനെ ഈ പുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അപ്പോൾ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഭൂമിയെ മുഴുവൻ ന്യായം വിധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് നമുക്കുള്ളത്. 4-മതായിട്ട് 19-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ജയിക്കുന്ന രാജാധിരാജാവായി ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ വെളിപ്പാടാണ്. ചാപ്റ്റർ 19 റിവീൽസ് ജീസസ് റിട്ടേണിംഗ് ടു എർത്ത് ആസ് ദി കോൺകറിംഗ് കിങ് ഓഫ് കിങ്സ്. നമ്മൾ ആ കാര്യം പഠിച്ചത് ഓർക്കുക. ഒരു ജൈത്രയാത്ര നടത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് 19-ാം അധ്യായം വെളിപ്പെടുത്തുന്നത്. 6-ാം വാക്യത്തിൽ ഹല്ലേലൂയ വായിക്കാം നമുക്ക്. 6-19. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നമ്മൾ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. 16-ാം വാക്യത്തിൽ അവൻ രാജാധിരാജാവും കർത്താതി കർത്താവും എന്ന് നാം വായിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും ആയതുകൊണ്ട് അവൻ പുറപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ സൈന്യം അവനെ അനുഗമിച്ചു എന്ന് 14-ാം വാക്യത്തിലുണ്ട്. 19 സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അപ്പം 4-മതായിട്ട് നമ്മൾ കാണുന്നത് രാജാവായിട്ട് ജയിക്കുന്നവനായിട്ട് രാജാധിരാജാവായിട്ട് ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന യേശുവിനെയാണ്. 5-മതായിട്ട് 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്വർഗീയ മണവാളനായ യേശുവിനെയാണ്. അവൻ തന്നെ മണവാട്ടിയായ സഭയെ തേജസ്സുള്ള സ്വർഗീയ നഗരമായ പുതിയ യെരുശലേമിലേക്ക് പ്രവേശിപ്പിച്ച് നിത്യകാലം മുഴുവൻ അവിടെ വാഴുന്നതിൻ്റെ വെളിപ്പാടാണ് 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. സോ ചാപ്റ്റേഴ്സ് 20-22 റിവീൽ ക്രൈസ്റ്റ് ആസ് ദി ഹെവൻലി ബ്രൈഡ് ഗ്രൂം ushering his bride, the church, into the glorious heavenly city. നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് 19-ന്റെ 7 വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു എന്ന് കാണാം. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, നാം സന്തോഷിച്ച് അവന് മഹത്വം കൊടുക്കുക. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. 21-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. 21-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഈ നഗരം വിശുദ്ധമായിരുന്നുവെന്നും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാണെന്നും ദൈവ തേജസ്സുള്ളതായിരുന്നുവെന്നും ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, കാണാൻ സാധിക്കും. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 5 വ്യത്യസ്ത വെളിപ്പാടുകൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നു. എല്ലാം ഗ്രഹിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ രാജകീയ പുരോഹിതനായ യേശു, അവൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും സഭകൾക്ക് ശുശ്രൂഷിക്കുന്നവനുമാണ്. 4-5 അധ്യായങ്ങളിൽ
സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന തേജസ്കരിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഭൂമി മുഴുവൻ ന്യായാധിപതിയായി തൻ്റെ കീഴിൽ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരുന്ന, ന്യായം വിധിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. 19-ാം അധ്യായത്തിൽ ജയിക്കുന്ന രാജാതിരാജാവായി ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ സ്വർഗീയ മണവാളനായ യേശു തൻ്റെ മണവാട്ടിയായ സഭയെ തേജസ്സുള്ള സ്വർഗീയ നഗരമായ പുതിയ യെരുശലേമിലേക്ക് പ്രവേശിപ്പിച്ച് നിത്യകാലം അവിടെ വാഴുന്നതിൻ്റെ വെളിപ്പാട്. അപ്പോൾ ഈ പുസ്തകത്തിൽ എന്താ ഉള്ളത്? യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. സംഭവങ്ങളുടെ വെളിപ്പാടല്ല. സംഭവങ്ങളൊക്കെ അതിനിടയ്ക്ക് ഉണ്ടാകാം, എന്നാൽ വെളിപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. വിവിധ അളവുകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുന്നത് കാണുന്നു. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പുസ്തകം പഠിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തുവാണ് വെളിപ്പെടുന്നതെങ്കിൽ യേശുക്രിസ്തു ഇനിയും ഒരുപാട് തലങ്ങളിൽ വെളിപ്പെടാനുണ്ട്. വെളിപ്പെട്ട കുറച്ച് കാര്യങ്ങൾ 5 തരമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തുവിന് ഇനിയും ഒരുപാട് സവിശേഷതകളുണ്ട്. അതൊക്കെ അറിയാൻ നാം ഒരു പഠിതാവ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക്, മണവാട്ടി സഭയിലെ അംഗം എന്നുള്ള നിലയ്ക്ക് അവനോട് ഏറ്റവും കൂടുതലിരിക്കുക. ഗെറ്റ് ടു നോ യുവർ സേവിയർ ബെറ്റർ. എത്രയും അടുത്തിരുന്ന് അവനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് അവനെ ഇനിയും അറിയണം. അറിഞ്ഞു കഴിഞ്ഞു എന്നല്ല, ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായെന്നോ അല്ല. അവൻ എന്നെ പിടിച്ചു, എനിക്ക് അവനെ പിടിക്കണം, എനിക്ക് അവനെ ഇനിയും കൂടുതൽ അടുത്തറിയണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് അവനെ അറിയുവാനായിട്ട്, അവനോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്കൊരാഗ്രഹം ഉണ്ടാകട്ടെ. ഒരു പക്ഷേ വെളിപ്പാട് പുസ്തകത്തിനകത്ത് സംഭവങ്ങളല്ല കർത്താവായ യേശുക്രിസ്തു മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കേൾക്കുന്ന കുറേ ആളുകളൊക്കെ നിരാശരായി കാണും. എന്ന് മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നും ചിന്തിക്കുന്നു. ആ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ആ പഠിച്ച സംഭവങ്ങളുടെ ക്രമം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട്, ഒന്നാമത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടുകളുടെ 5 മുഖങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ക്രമം നമ്മൾ പഠിച്ചത് ഓർക്കുക. ഉൾപ്രാവണം, മഹോപദ്രവം, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, സഹസ്രാബ്ദ വാഴ്ച, അന്ത്യന്യായവിധി, തീപ്പൊയ്ക, നിത്യത അല്ലെങ്കിൽ പുതിയ ആകാശം, പുതിയ ഭൂമി. ഇങ്ങനെ 7 സംഭവങ്ങളായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനം കാര്യങ്ങളൊക്കെ ഒന്ന് പരിസമാപ്തിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് പഠിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. റാപ്ചർ, ഗ്രേറ്റ് ട്രിബുലേഷൻ, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, മിലേനിയം, ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, ലേക്ക് ഓഫ് ഫയർ ഓർ ഹെൽ ആൻഡ് ഇറ്റേണിറ്റി, ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. ഇങ്ങനെ 7 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് അല്പം ഒന്ന് വിശദീകരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൂടെ ഒന്ന് തിരികെ വരുന്നതിനായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ നിത്യരാജ്യ സ്ഥാപനത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുടെ ഒരു ക്രമമാണ് നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ടത്. അതായത് മണവാട്ടി സഭയെ ഒരുക്കി മണവാട്ടി സഭയെ ഒരു പുതിയ യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ പ്രക്രിയ, ആ നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന പ്രക്രിയയുടെ പുറകിൽ ഒരു സംഭവങ്ങളുടെ ക്രമം ഉണ്ട്. ആ ക്രമം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ക്രമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ യോജിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ലല്ലോ. എങ്കിലും സുവിശേഷ വിഹിത സഭകളിലുള്ള വിശ്വാസികൾ പൊതുവെ അംഗീകരിക്കുന്ന ക്രമമാണ് നമ്മൾ ഇവിടെ പറയുന്നതെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. അതുകൊണ്ട് ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, വ്യാഖ്യാനത്തിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അതിന് കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിനോട് ചേർന്നിരുന്ന് അവനെ കൂടുതൽ മനസ്സിലാക്കി ഈ നിത്യതയിൽ എത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യാഖ്യാനങ്ങളല്ല. എങ്കിലും ഈ സംഭവങ്ങളുടെ ക്രമം മനസ്സിലാക്കാനായിട്ട് അല്പം വിശദാംശങ്ങൾ പറയട്ടെ. ഇനി ദൈവത്തിൻ്റെ നയപരിപാടിയിൽ ഒന്നാമത് സംഭവിക്കാനുള്ളത് സഭയുടെ ഉൾപ്രാപണം അല്ലെങ്കിൽ റാപ്ചർ എന്ന് പറയുന്നതാണ്. അതാണ് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16, 17 വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കി പാർക്കുന്നത്, സഭ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നോക്കി പാർക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും, നമുക്ക് വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, 1-ാം പുനരുദ്ധാനം നടക്കും,
ക്രിസ്തുവിൽ മരിച്ചവരും ജീവിച്ചിരുന്ന് രൂപാന്തരം പ്രാപിച്ചവരുമായ വിശുദ്ധന്മാർ ചേർന്ന ദൈവസഭ ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഈ സംഭവത്തിനാണ് റാപ്ചർ അല്ലെങ്കിൽ ഉൾപ്രാപണം എന്ന് പറയുന്നത്. ഇതിനെ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇനി ഇതാണ് ആദ്യം സംഭവിക്കാനായിട്ടിരിക്കുന്നത്. ഇതെപ്പോൾ സംഭവിക്കും എന്ന് ചോദിച്ചാൽ, നമ്മളിതിനു മുമ്പ് പഠിച്ചതൊക്കെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. മത്തായി 24 അധ്യായത്തിൻ്റെ 36 വാക്യത്തിൽ, മർക്കോസ് 13:32 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാക്യം വായിക്കാം. മത്തായി 24:36. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും കൂടെ അറിയുന്നില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഇതേ കാര്യം അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അത് സമയമാകുമ്പോൾ, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പഠിച്ചതുപോലെ, മിന്നൽ പോലെ, കള്ളൻ വരുന്നത് പോലെ, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ, അതാർക്കും പറയാനൊക്കുകയില്ല, പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 1:7. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഈ സംഭവം റാപ്ചർ എന്ന് പറയുന്നത് എപ്പോൾ ആയിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കളുടെ ഇടയിൽ 3 വീക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് ഓർക്കുക. ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയും. മഹോപദ്രവത്തിന് മുമ്പുള്ള ഉൾപ്രാപണം, മഹോപദ്രവത്തിൻ്റെ മധ്യേ ഉള്ള ഉൾപ്രാപണം, മഹോപദ്രവത്തിന് ശേഷമുള്ള ഉൾപ്രാപണം. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നമ്മൾ യോജിച്ചേ പറ്റുള്ളൂ. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ സുവിശേഷവിധ സഭകളെല്ലാം തന്നെ വിശ്വസിക്കുന്നത് മഹോപദ്രവത്തിന് മുമ്പുള്ള ഉൾപ്രാപണം അല്ലെങ്കിൽ പ്രീ ട്രിബുലേഷൻ റാപ്ചർ ആണ് നടക്കാൻ പോകുന്നത് എന്നാണ്. അതിൻ്റെ ന്യായം, അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ സഭകൾക്ക് ഉള്ള ദൂത് കർത്താവ് നൽകുമ്പോൾ നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം ഇപ്രകാരമാണ്: സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അപ്പം സഭ പരീക്ഷയിലും പീഡനത്തിലും കൂടി കടന്നു പോകേണ്ടതില്ല എന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 1 തെസ്സലോനിക്ക ലേഖനം 1 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു എന്നാണ്. 1 തെസ്സലോനിക്ക ലേഖനം 1 അധ്യായത്തിൻ്റെ 9. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. ആ ഭാഗം മതി. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ഉള്ളവനായ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. അപ്പോൾ കോപത്തിന് നമ്മളെ വിധേയപ്പെടുത്തുകയല്ല, കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലും ദൈവം നമ്മെ കോപത്തിനല്ല തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അവൻ ദൈവം നമ്മെ കോപത്തിനല്ല എന്നും വരുവാനുള്ള കോപത്തിൽ നമ്മളെ വിടുവിക്കുന്നവനായ യേശു എന്നും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നാം ഗ്രഹിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇവിടെ ചില ആളുകൾ ചോദിക്കും, ഈ കോപത്തെക്കുറിച്ചല്ലോ മഹോപദ്രവത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്, അപ്പോൾ നിങ്ങളെന്തിനാ ഈ കോപത്തെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മഹോപദ്രവത്തെ വെളിപ്പാട് പുസ്തകം വിവരിക്കുന്നത് 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലാണ്. കുഞ്ഞാടിൻ്റെ കോപം എന്നാണ്. നാം ഒരുപാട് വാക്യങ്ങൾ അത് കണ്ടതാണ്. മഹോപദ്രവം സമം കുഞ്ഞാടിൻ്റെ കോപം എന്ന് വേണമെങ്കിൽ പറയാം. 6:16, 11:18, 14:10 ഒക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് 15:7, 16:19, 19:15 ഈ വാക്യങ്ങളിലെല്ലാം
കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം നിൻ്റെ കോപം വന്നു, ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും, ദൈവകോപത്തിൻ്റെ ക്രോധമദ്യം, ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ പൊൻകലശം എക്സെട്ര. അപ്പോൾ ദൈവകോപം ആണ് മഹോപദ്രവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയോട് ദൈവവും കുഞ്ഞാടും കോപിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കോപിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. എഫേസ് ലേഖനം 2:3 നാം വായിക്കുന്നത്, ഒരു കാലത്ത് നാം കോപത്തിൻ്റെ മക്കളായിരുന്നു, എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ തൻ്റെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിച്ച് ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാക്കി മാറ്റിയെന്നാണ്. അല്ലേ? കോപത്തിൻ്റെ മക്കളായിരുന്നു, എന്നാൽ ഇപ്പോൾ കോപത്തിൻ്റെ മക്കളല്ല. റോമാലേഖനം 9 വായിക്കാം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിഹിതം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെയും ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തം ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അപ്പോൾ കോപത്തിൻ്റെ മക്കളായിരുന്ന നമ്മളെ കരുണാപാത്രങ്ങളാക്കി മാറ്റിയ കഥ അവിടെയുണ്ട്. റോമാലേഖനം 9 23-24 വാക്യങ്ങളിൽ കോപപാത്രങ്ങളായിരുന്ന നമ്മളെ കരുണാപാത്രങ്ങളാക്കി മാറ്റുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 2:16 ദൈവകോപം മുഴുത്തു വരുന്നത് പാപങ്ങളെ പൂരിപ്പിക്കുന്നവരുടെ മേലാണെന്നും നാം കാണുന്നുണ്ട്. യെശയ്യാവ് 12 ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവ എന്നോട് കോപിച്ചു, എന്നാൽ നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും എന്നാണ്. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 3 22-നും 22 16-നും ഇടയ്ക്ക് പഠിച്ചതാണ് കേട്ടോ, ഓർക്കുക. 3-22-നും 22-16-നും ഇടയ്ക്ക് ഒരു സ്ഥലത്തും സഭ എന്ന് പരാമർശം നാം കാണുന്നില്ല. അപ്പോൾ വെളിപ്പാട് 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലാണ് മഹോപദ്രവം വിവരിക്കുന്നത്. ആ ഭാഗത്തൊന്നും സഭ ഒരു പരാമർശ വിഷയം അല്ല എന്നുള്ളത് കൊണ്ട് അതിനു മുമ്പ് തന്നെ, മഹോപദ്രവത്തിന് മുമ്പ് തന്നെ സഭ ആകാശമേഘങ്ങളിൽ കർത്താവിൻ്റെ കൂടെ ചേർക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് സഭ അവിടെ പരാമർശിക്കപ്പെടാത്തത് എന്ന് നമുക്ക് ചിന്തിക്കാം. സഭയുടെ ഉൾപ്രാപണത്തിന് ശേഷം 2 തലങ്ങളിലാണ് കാര്യങ്ങൾ മുന്നേറുന്നത്. എടുക്കപ്പെട്ട സഭയും കർത്താവും സ്വർഗത്തിൽ, എടുക്കപ്പെടാത്ത മനുഷ്യർ ഭൂമിയിൽ. ഇങ്ങനെ 2 തലത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ കൂടുതൽ വിവരണം ഭൂമിയിൽ ശേഷിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ആയതുകൊണ്ട് മിക്ക വ്യാഖ്യാതാക്കളും സ്വർഗത്തിൽ എന്ത് നടക്കുന്നു എന്ന് പഠിക്കാറില്ല, എഴുതാറില്ല, പറയാറുമില്ല. എടുക്കപ്പെട്ട സഭ കർത്താവിനും അതിനോട് ചേർന്ന് ധാരാളം കാര്യങ്ങൾ സ്വർഗത്തിൽ നടപടിയിലാക്കുന്നുണ്ടെന്നുള്ളത് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിലാണ് ക്രിസ്തുവിൻ്റെ നാൾ, ക്രിസ്തുവിൻ്റെ ന്യായാസനം, പ്രതിഫലം മുതലായ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചത്. സഭ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുകയും പ്രവൃത്തികൾ വിലയിരുത്തപ്പെടുകയും പ്രതിഫലങ്ങൾ പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വർഗത്തിൽ. എന്നാൽ ഭൂമി കേന്ദ്രീകൃതമായി ചിന്തിക്കുമ്പോൾ സഭയുടെ ഉൾപ്രാപണത്തിന് ശേഷമുള്ള സുപ്രധാന സംഭവം മഹോപദ്രവമാണ്. അത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഗ്രേറ്റ് ട്രിബുലേഷൻ ആണ്. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ. ഇതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ അധ്യായങ്ങളിലാണ്. ഈ അധ്യായങ്ങൾ വിവരിക്കുമ്പോൾ ബാധകളെക്കുറിച്ച്, പലതരത്തിലുള്ള ബാധകളെക്കുറിച്ചാണ് പറയുന്നത്. 7 മുദ്രകൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ന്യായവിധികൾ അല്ലെങ്കിൽ ബാധകൾ, 7 കാഹളങ്ങൾ ധ്വനിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ന്യായവിധികൾ, 7 കലശങ്ങൾ എറിയുമ്പോഴുണ്ടാകുന്ന ന്യായവിധികൾ, 3 സീരീസ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ്. ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായവൻ വെളിപ്പെടും. അവൻ ദൈവം എന്ന് നടിച്ച് സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. അപ്പോഴാണ് ദൈവകോപം വെളിപ്പെട്ടു വരുന്നത്. ദൈവം മനുഷ്യനിർമ്മിതമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, മത വ്യവസ്ഥകളെ എല്ലാം തച്ചുടയ്ക്കും. അതിനുശേഷമാണ് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനായി യേശു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. മഹോപദ്രവത്തിൻ്റെ ദൈർഘ്യം 7 കൊല്ലക്കാലം ആണെന്ന് പ്രവചന പുസ്തകങ്ങൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഡാനിയേൽ പ്രവചനം, അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം. ഈ 2 പുസ്തകങ്ങളിലും നമുക്കത് കാണാം. ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ട ദർശനം പഠിക്കണം. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പരാമർശിച്ചതാണ്. 9 അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ആഗോള വ്യാപകമായിട്ട് കഷ്ടങ്ങൾ, പീഡനം ഉണ്ടാകും. ഈ 7 വർഷക്കാലത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് പ്രവചനത്തിൻ്റെ വെളിപ്പാട്. 3.5 എന്ന് 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ
ഈ കാര്യങ്ങളെ സാധൂകരിക്കുന്ന ധാരാളം പരാമർശങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെളിപ്പാട് 11:2-3 വാക്യങ്ങളിൽ ജാതികൾ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടുമെന്ന്, 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ 1260 ദിവസം എന്ന പ്രയോഗം, 12-14 വീണ്ടും നമുക്ക് ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന പ്രയോഗം, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചിട്ടുള്ളതാണ്. 13-5 42 മാസം എന്ന്, ഡാനിയേൽ പ്രവചനം 7-25 കാലം, കാലങ്ങൾ, കാലാംശം, ഡാനിയേൽ 12-7 കാലം, കാലങ്ങൾ, കാലാർത്ഥം. അപ്പോൾ ഈ പരാമർശങ്ങളെല്ലാം കാണിക്കുന്നത് 1 വർഷം, 2 വർഷം, അരവർഷം, അല്ലെങ്കിൽ 42 മാസം എന്ന് പറഞ്ഞാൽ 3.5 വർഷമാണ്, 1260 ദിവസം എന്ന് പറഞ്ഞാലും 3.5 വർഷമാണ് എന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മഹോപദ്രവത്തെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ എന്നുള്ള പ്രയോഗം ഒക്കെ നമ്മൾ പരിശോധിച്ചത് ഓർക്കുക. മഹോപദ്രവം 7 വർഷം കൊണ്ട് അവസാനിക്കുമ്പോൾ അതിൻ്റെ അവസാനമാണ് കർത്താവായ യേശുക്രിസ്തു രാജാവായി ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. ഇതിനെ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വെളിപ്പാട് 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കണം ആ വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. എന്നാൽ യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ എല്ലാ കണ്ണും അവനെ കാണുന്നില്ല എന്ന് പഠിച്ചത് ഓർക്കുക. എടുക്കപ്പെട്ട സഭ അല്ലെങ്കിൽ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരും രൂപാന്തരം പ്രാപിച്ച സഭയും മാത്രമാണ് അവനെ കാണുന്നത്. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. മാത്രമല്ല യൂദാ പറയുന്നത്, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. 19-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറേ കൂടെ വ്യക്തമായിട്ടുള്ളതാണ് എന്ന് ഓർക്കുക. യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകുവാനായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. അതും നമ്മൾ പരിശോധിച്ചതാണ് ഓർക്കുക. യുഗങ്ങളായി തുടരുന്ന പിശാചിൻ്റെ ദൈവവൈരാഗ്യം നിമിത്തം ഭൂമിയിൽ അവശേഷിക്കുന്ന ദൈവജനമായ ഇസ്രായേലിനെതിരെ പിശാച് ലോകരാഷ്ട്രങ്ങളെ തന്ത്രപരമായി തിരിക്കും. അവർ സംഘടിച്ച് ഒരു വലിയ സഖ്യതയുണ്ടാക്കി ഇസ്രായേലിനെ വളഞ്ഞ് ഞെരുക്കും. രക്ഷപ്പെടാൻ മാർഗമില്ലാതെയാകുമ്പോൾ ഇസ്രായേൽ തങ്ങൾ കുത്തിയവങ്കിലേക്ക് നോക്കി അവനെ വിളിക്കും. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുള്ള വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം തന്നെ വിളിച്ചപേക്ഷിച്ച ഇസ്രായേലിനെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് സഭയെയും വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലിനെയും ഒന്നാക്കി ഭൂമിയിൽ ആശ്ചര്യമായി ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ടാണ് യേശു സഭയുമായിട്ട് 1000 വിശുദ്ധന്മാരുമായിട്ട് സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ അകമ്പടിയോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ കർത്താവ് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയാണ് നടക്കുന്നത്. അതിനാണ് മില്ലേനിയം അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. 20-ാം അധ്യായത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഓർക്കുക. യേശു 1000 വിശുദ്ധന്മാരോടൊപ്പം ഭൂമിയിൽ 1000 ആണ്ട് രാജാധിരാജാവും കർത്താദി കർത്താവുമായി വാഴ്ച നടത്തും എന്ന് പ്രവചന പുസ്തകങ്ങളിലെല്ലാം തന്നെ സൂചന വിവരണം ഉണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യാഖ്യാതാക്കൾ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. 3 പ്രബല വീക്ഷണങ്ങളുണ്ട്: പോസ്റ്റ് മില്ലേനിയലിസം, അമില്ലേനിയലിസം ആൻഡ് പ്രീ മില്ലേനിയലിസം. ആ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഓർക്കുക. എന്നാൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചല്ലോ. അത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല, അത് ഇല്ലാത്തൊരു കാര്യമല്ല എന്നെല്ലാം നാം വിശദീകരിച്ചത് ഓർക്കുക. സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് അന്ത്യന്യായവിധി, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ആ സമയത്താണ് 2-ാം പുനരുദ്ധാനം നടക്കുന്നത്. 1-ാം പുനരുദ്ധാനത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ 2-ാം പുനരുദ്ധാനം നടക്കും. മരിച്ചവർ ആബാലവൃദ്ധം ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തവർ 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ള ആളുകളായിട്ട് പോയി. എന്നാൽ അതിൽ പങ്കില്ലാത്ത ആളുകളാണ് മരിച്ചവർ ആബാലവൃദ്ധം വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ വരുന്നത്. അവിടെ അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ ന്യായം വിധിക്കപ്പെടും. ഏതുവായും അടഞ്ഞു പോകും. അവരൊക്കെ ശിക്ഷായോഗ്യരായി തീരും. ദൈവം സത്യവാൻ, മനുഷ്യരൊക്കെയും ഭോഷ്ക് പറയുന്നവർ എന്നേ വരികയുള്ളൂ. ന്യായവിധി കഴിയുമ്പോൾ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും പിശാചും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് ന്യായം വിധിക്കപ്പെട്ടവരെയും തള്ളിക്കളയും. ഈ തീപ്പൊയ്കയ്ക്കാണ് 2-ാം മരണം എന്ന് പറയുന്നത്.
അതിനുശേഷം ഭൂമിയിൽ നിന്ന് പിശാചും പാപവും ഒക്കെ നീക്കപ്പെടുന്നത് കൊണ്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. സഭ നിത്യതയിൽ മറയും. അപ്പോൾ അതുകൊണ്ട് നാം 2 ജനനങ്ങൾ പ്രാപിക്കണം. പുതുതായി ജനിക്കണം. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മാത്രം ജനിച്ചാൽ പോരാ, 2 ജനനം വേണം. അപ്പോൾ 1 മരണം. എന്നാൽ 1 ജനനം മാത്രമാണെങ്കിൽ 2 മരണം, ആ തീപ്പൊയ്കയിൽ മരിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് സംഭവങ്ങൾ പുരോഗമിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉൾപ്രാവണം, മഹോപദ്രവം, യേശുക്രിസ്തു ഭൂമിയിലേക്ക് രാജാവായി മടങ്ങി വരുന്നു, 1000 ആണ്ട് വാഴ്ച നടക്കുന്നു, അന്ത്യന്യായവിധി, തീപ്പൊയ്ക, നിത്യത. ഇങ്ങനെയാണ് സംഭവങ്ങളുടെ ക്രമം കിടക്കുന്നത്. ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എത്തിച്ചേരുന്നതിനായിട്ട് ഒരുക്കമുള്ളവരായിട്ട്, സുവിശേഷം കേട്ട് രൂപാന്തരം പ്രാപിച്ച് കർത്താവിൻ്റെ കൂടെ മുന്നേറുന്നതിനായിട്ട് നമുക്കെല്ലാവർക്കും ഉത്സാഹിക്കാം. ഇതാണ് സംഭവങ്ങളുടെ ക്രമം. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് ഒന്നുകൂടെ ഓർക്കുന്നതിന് സമയം എടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പുനർപരിശോധന എപ്പോഴും പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നത് മനസ്സിലൊന്നുകൂടെ ഉറയ്ക്കുന്നതിന് ഉപകാരപ്രദമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമുക്കിനി ഒരു ക്ലാസ്സിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.